ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചക്കക്കുരും ഇരുമ്പയും പുളിയും കൂടി ഇട്ടാണ്. അത് ചക്കക്കുരു നല്ലോണം വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇരുമ്പൻ പുളി കണ്ടോ, നമ്മുടെ പുളിപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി ഇടുക, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ വെന്ത് വരട്ടെ. ഞാനിവിടെ ചക്കക്കുരു കറിക്ക് ആവശ്യമായ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ, മഞ്ഞൾ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്താണ് അരച്ച് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് വെന്ത് വന്ന ചക്കക്കുരുവിലോട്ട് ചേർക്കാം. അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പറ്റത്തില്ല, നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കി നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇത് നല്ലതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായി ഒന്ന് പറ്റി വരട്ടെ. തിളച്ച് വരുന്ന ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ചുക്ക് പൊടി, നല്ലതുപോലെ യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇരുമ്പൻ പുളി കറി റെഡി ആയിട്ടുണ്ട്. മാങ്ങായേക്കാളും ഇരുമ്പൻ പുളി ഇടുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ കറിയാണ്, നല്ല ടേസ്റ്റാണ്.